എഞ്ചിൻ സാങ്കേതികതയിലും അതുപോലെ തന്നെ വാഹന നിർമ്മാണത്തിലും വ്യക്തമായ സ്വാധീനം പുലർത്തുന്ന ഒരു യൂറോപ്യൻ വാഹന നിർമ്മാതാക്കളാണ് ഫിയറ്റ്. ഇന്ത്യൻ നിരത്തിൽ ഇറങ്ങിയതിനു ശേഷം ഇപ്പോൾ നിരവധി വാഹനങ്ങൾ ഇറക്കിയിരുന്നു. അതിൽ പാലിയോ എന്നൊരു മോഡൽ, പാലിയോ സ്റ്റീലെ എന്നൊരു മോഡലാണ് ഇതിനു മുമ്പ് ഇറക്കിയത്. ഇപ്പോൾ പാലിയോ സ്റ്റീലെ മൾട്ടിജെറ്റ് എന്നൊരു പുതിയ മോഡൽ ഇറക്കിയിരിക്കുന്നു. ഇതിന്റെ രൂപത്തിലും അതുപോലെ തന്നെ സാങ്കേതികതയിലും നിരവധി മാറ്റങ്ങളുമായാണ് ഈ വാഹനം എത്തിയിരിക്കുന്നത്. യൂറോപ്യൻ വാഹന നിർമ്മാതാക്കളായ ഫിയറ്റിന്റെ ലോക പ്രശസ്തമായ സാങ്കേതികതയായ മൾട്ടിജെറ്റ് ഡീസൽ എഞ്ചിൻ ഘടിപ്പിച്ച വാഹനമാണ് പാലിയോ സ്റ്റീലെ മൾട്ടിജെറ്റ്. ഫിയറ്റും ടാറ്റയും കൂടിച്ചേർന്നപ്പോഴുണ്ടായ ആദ്യ മോഡലായിരുന്നു പാലിയോ സ്റ്റീലെ പെട്രോൾ. ഇപ്പോൾ ഡീസൽ എഞ്ചിനും അവർ നിരത്തിലെത്തിച്ചു. ഇതിൽ ലുക്സിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ ശരിക്കും ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത്, ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിയുന്ന ഒരു മാറ്റം ഇതിന്റെ ലോഗോയാണ്. ഒരു റെഡ് കളറിലാണ് ഇപ്പോൾ ലോഗോ. പണ്ടൊരു ബ്ലൂ ഒരു ഇതിനുള്ളിലായിരുന്നു ഇതിന്റെ ലോഗോ എങ്കിൽ ഇപ്പോൾ ആ ഒരു റെഡ് കളറിൽ, അതുപോലെ തന്നെ പുതിയ തരം ഗ്രില്ലും. ഈ ലോഗോ ഏകദേശം ആദ്യകാല ഫിയറ്റിന്റെ ഒരു പഴയകാല ഒരു ഇപ്പോഴത്തെ ഒരു വിന്റേജ് കാറിനൊക്കെ നമ്മൾ പറയാം, അതുമായിട്ട് ചേരുമ്പോൾ ഏകദേശം അതുപോലെ ഒരു സാമ്യതയുണ്ട് ഈ ലോഗോയ്ക്ക്. പിന്നെ ഒരു ഡ്യുവൽ ഹെഡ്ലൈറ്റ് ആണ്, വളരെ പവർഫുള്ളായ ഒരു ഹെഡ്ലൈറ്റ് ആണ്. ശരിക്കും ഈ വാഹനം കൊണ്ട് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോയത് വയനാട് പോലെയുള്ളൊരു പ്രദേശത്താണ്. അപ്പോൾ ഉണ്ടായിട്ടുള്ള അതുവഴി പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫോഗും അതുപോലെ തന്നെ ആ ഒരു മഞ്ഞിലൂടെയൊക്കെ പോകുമ്പോൾ ഫോഗ് ലാമ്പ് ഇടാതെ തന്നെ ഹെഡ്ലൈറ്റിന്റെ ഒരു പവർ വളരെയധികം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ബോഡി കളറാണ് ഇതിന്റെ ബമ്പർ, വളരെ പവർഫുള്ളായ ഒരു ഫോഗ് ലാമ്പും. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ സൈഡ് വ്യൂ മിറർ ആണെങ്കിലും ഒരു ഡ്യുവൽ കളറാണ്, അടിയിൽ ചെറിയൊരു ബ്ലാക്കും പിന്നെ ബോഡി കളറും, അതുപോലെ തന്നെ ലാമിനേറ്റ് ചെയ്തിരിക്കുന്ന വിൻഷീൽഡുമാണ്. അതുകൊണ്ട് ആക്സിഡന്റോ എന്തെങ്കിലും ഒരു തട്ടലോ മുട്ടലോ ഉണ്ടാകുമ്പോൾ ഇത് പൊടിഞ്ഞ് ദേഹത്തേക്ക് വീഴുന്ന ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് അത് തന്നെ പൊട്ടി അതുപോലെ തന്നെ ഇരിക്കുന്നതാണ്. സ്റ്റീലയുടെ രൂപത്തിൽ നിന്നും ചെറിയ മാറ്റങ്ങൾ മൾട്ടിജെറ്റിൽ വരുത്തുകയുണ്ടായി. ഗ്രിൽ, ലോഗോ എന്നിവ അതിൽ ശ്രദ്ധേയമാണ്. ഡബിൾ ബാരൽ ക്ലിയർ ലെൻസ് ആയ ഹെഡ്ലൈറ്റ്, അതും ഹാലജൻ ബൾബോട് കൂടിയതാണ്. അത്യാവശ്യം വലിപ്പമുള്ള ബോണറ്റ്. SDX മോഡലുകളിൽ മാത്രമാണ് ഡ്രൈവറിന്റെയും സഹയാത്രികന്റെയും വശത്ത് സൈഡ് വ്യൂ മിററുകൾ ഉള്ളത്. ബാക്കി മോഡലുകളിൽ ഒരു മിറർ മാത്രമാണുള്ളത്. ഡോർ വിൻഡോയിലെ കറുപ്പ് നിറം ഭംഗി കൂട്ടുന്നു. റിയർ വൈപ്പറോട് കൂടിയതാണ് പുറകുവശം. ഭംഗിയുള്ള ക്ലിയർ ലെൻസായ ടെയിൽ ലൈറ്റുകളാണ്. പുറകു ബമ്പറിൽ തന്നെ 2 റിഫ്ലക്ടറുകളും ഘടിപ്പിച്ചിരിക്കുന്നു. 2373 മില്ലിമീറ്ററാണ് ഇതിന്റെ വീൽ ബേസ്. ഗ്രൗണ്ട് ക്ലിയറൻസ് 170 മില്ലിമീറ്ററും. നമുക്ക് അത്യാവശ്യം ഒരു പ്രീമിയം കാറിനുള്ളിൽ കയറുന്ന ഒരു ഫീലും അത്യാവശ്യം ഒരു നല്ലൊരു റൂമിൽ കയറുന്ന ഒരു അനുഭവം ഇതിൽ കയറുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. കയറുമ്പോൾ ഒരു സീറ്റ് അത്യാവശ്യം താഴ്ന്നിരിക്കുന്ന ഒരു പ്രതീതിയാണ്. എന്നാൽ ഇരുന്ന് കഴിയുമ്പോഴാണ് ഈ വാഹനത്തിന് യോജിക്കുന്ന രീതിയിൽ തന്നെയാണ്, നമുക്ക് ഡ്രൈവിനനുസരിച്ചുള്ള രീതിയിലാണ് ഇതിന്റെ ഒരു സീറ്റിംഗ്. ഈ ഹൈറ്റ് അധികം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും നമുക്ക് വളരെ കംഫർട്ടായിട്ട് ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇതിന്റെ ഒരു സ്റ്റിയറിംഗ് വളരെ സോഫ്റ്റായ ഒരു മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ ഇതിന്റെ ആ ഒരു ലോഗോയുടെ ഭംഗിയും. പിന്നെ സെൻട്രൽ കൺസോളാണെങ്കിലും അത്യാവശ്യം ലക്ഷറിയിലാണ്, ഒരു മറ്റേ അലൂമിനിയം ആ ഒരു ഫിനിഷോട് കൂടിയതുകൊണ്ട് ലുക്സിന് അതൊരു നല്ല ഒരു കൂടുതൽ ഒരു ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നുണ്ട്. ബാക്കിയൊക്കെ ഇതിന്റെ ഒരു മൾട്ടിജെറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒരു പെർഫോമൻസ് എത്രത്തോളമുണ്ട് എന്നൊക്കെ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് തന്നെ നോക്കേണ്ടി വരും. ടൂ ടോൺ ഇന്റീരിയറാണ്, വിശാലമായ ക്യാബിൻ. സീറ്റുകൾ 2 ടോൺ പ്ലഷ് അപ്ഹോൾസ്റ്ററിയോട് കൂടിയതാണ്. ആന്റി സബ്മറൈൻ സീറ്റുകളാണ്. 3 സ്പോക്കും ഡ്യുവൽ ടോൺ നിറവുമുള്ള പവർ സ്റ്റിയറിംഗ്. കൊളാപ്സിബിൾ കൂടിയാണ് ഈ സ്റ്റിയറിംഗ് വീൽ. സോഫ്റ്റായ ഡാഷ്ബോർഡിന് മുകളിലായി ഡിജിറ്റൽ ക്ലോക്കും ഘടിപ്പിച്ചിരിക്കുന്നു. ഓഡിയോ സിസ്റ്റം ഘടിപ്പിക്കാനുള്ള സ്ഥലം, AC വെന്റുകൾ, AC എന്നിവ സെൻട്രൽ കൺസോളിൽ ഘടിപ്പിച്ചിരിക്കുന്നു. പവർ വിൻഡോ, സെൻട്രൽ ലോക്കിംഗ്, ചൈൽഡ് ലോക്ക് എന്നീ എല്ലാ ആഡംബര സവിശേഷതകളും ഇതിനുള്ളിൽ തന്നെയുണ്ട്. കൂടാതെ നിരവധി സ്റ്റോറേജ് സംവിധാനങ്ങൾ.
കറുപ്പ് നിറമുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററാണ്. സ്പീഡോമീറ്റർ, ടാക്കോമീറ്റർ, ഫ്യൂൽ ഗേജ് എന്നിവ അടയാളപ്പെടുത്തുന്ന മീറ്ററുകളുടെ ഒരു സങ്കരമാണിത്. പുറകു സീറ്റ് ഡബിൾ ഫോൾഡിംഗ് ആണ്. തന്മൂലം ബൂട്ട് സ്പേസ് കൂട്ടുവാനും കഴിയും. ഇതിന്റെ പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു മൾട്ടി ജെറ്റ് തന്നെയാണ് ഈ വാഹനം എടുക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ജെറ്റ് പോകുന്ന ആ ഒരു വേഗത്തിൽ തന്നെ നമുക്ക് ഈ വാഹനം അനായാസം എടുത്തുകൊണ്ട് പോകാൻ സാധിക്കും. ഇതിന്റെ ഒരു പ്രത്യേകത, ഈ വാഹനം നമ്മുടെ എത്ര സ്പീഡിൽ പോയാലും എത്ര വേഗത്തിൽ പോയാലും നമ്മുടെ കയ്യിൽ ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നല്ല ബ്രേക്കിങ്ങും ഈ വാഹനത്തിനുണ്ട്. സ്റ്റിയറിംഗിന്റെ ഒരു കംഫർട്ട്, അതായത് കൈ അധികം വേദനിക്കാത്ത ഒരു മെറ്റീരിയൽ, ഭയങ്കര സോഫ്റ്റായ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ടും അതുപോലെ തന്നെ ഹോണിന്റെ ഒരു പൊസിഷൻ നമുക്ക് പെട്ടെന്ന് എപ്പോഴാണോ അത്യാവശ്യം ആ സമയത്ത് പെട്ടെന്ന് അടിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ടും ഡ്രൈവ് വളരെ അനായാസമായി എടുത്തുകൊണ്ട് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു സവിശേഷത ഗിയർ ഷിഫ്റ്റിംഗ് ഒരു പൊസിഷനാണ്. നമുക്ക് ഓരോ ഗിയറും, അതായത് ഗിയർ വീണില്ലോ എന്നൊരു സംശയം തോന്നത്തക്ക രീതി, അതായത് അതിന്റെ ഒരു ഇടയ്ക്ക് നിൽക്കുന്ന ഒരു പ്രശ്നമില്ലാതെ ഓരോന്നും കൃത്യമായ രീതിയിലാണ് ഗിയർ ഷിഫ്റ്റ്. വളരെ സ്മൂത്തായ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് സംവിധാനമാണ്. പിന്നെ റിവേഴ്സ് ഗിയർ ആണെങ്കിലും ശരിക്ക് ഒരു സ്ലീവ് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് അപ്പ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇതിന്റെ ഒരു റിവേഴ്സ് ഗിയർ ഇടുന്നത്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, വളരെ സൈലന്റ് ആയ ഒരു എഞ്ചിൻ, എന്നാൽ അധികം നോക്കിംഗ് ഇല്ലാതെ, എന്നാൽ അധികം വൈബ്രേഷൻ ഇല്ലാതെ, നമുക്ക് കൂടിയ ഗിയറിൽ പോകുമ്പോൾ പോലും നമുക്ക് എത്ര വേഗത്തിൽ പോകാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഗിയറിൽ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫോർത്ത് ഗിയറിൽ പോകുമ്പോൾ ഒരു 10-20 കിലോമീറ്ററിൽ പോയാലും വണ്ടി ഇടിച്ചിരിച്ച് ഓഫ് ആകുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ്. ഡ്രൈവിംഗ് വളരെ ആസ്വദിച്ച് അത്യാവശ്യം പവർ എടുത്ത് നല്ല ഭംഗിയായിട്ട് വാഹനം ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. നിരവധി സുഖസൗകര്യങ്ങളും ഈ വാഹനത്തിനുള്ളിലുണ്ട്. പ്രധാനമായും തനിയെ അഡ്ജസ്റ്റ് ആകുന്ന ഹൈഡ്രോളിക് ക്ലച്ചാണ്. നല്ല ഇടിയിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി ക്രംബിൾ സോൺ പ്രൊട്ടക്ഷനും എനർജി അബ്സോർബിംഗ് ബമ്പറും ഇതിൽ തന്നെ ഘടിപ്പിച്ചിരിക്കുന്നു. സൈഡ് ഇമ്പാക്ട് ബീം പ്രൊട്ടക്ഷനാണ്. 13 ഇഞ്ച് ട്യൂബ്ലെസ് ടയറുകളാണ്. യൂറോപ്യൻ സസ്പെൻഷൻ കൂടിയായപ്പോൾ മോശമായ വഴിയിലും സുഖകരമായ യാത്ര ചെയ്യാം. ക്ലീനായതും പരിസ്ഥിതിക്ക് അനുയോജ്യമായ എഞ്ചിനാണ്. ആധുനിക രീതിയിലുള്ള ഈ എഞ്ചിൻ ഉന്നത ശക്തിയാണ് പുറപ്പെടുവിക്കുന്നത്. ഇത് സെക്കൻഡ് ജനറേഷൻ കോമൺ റെയിൽ എഞ്ചിനാണ്. നല്ല കൺട്രോളാണ് ഈ മൾട്ടിജെറ്റിന്. ഫോർ സിലിണ്ടർ മൾട്ടിജെറ്റ് ഡീസൽ എഞ്ചിനാണ്. 1248 cc ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ്. പരമാവധി പവർ 75 PS at 4000 RPM, ടോർക്ക് 184 Nm at 2000 RPM. 47 ലിറ്ററാണ് ഇതിന്റെ ഇന്ധനശേഷി. 1 ലിറ്ററിൽ ഇതിന് ടെസ്റ്റ് ഡ്രൈവ് ലഭിച്ച മൈലേജ് 19-നും 20-നും ഇടയിലാണ്.